ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇഷാൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു പച്ചക്കറി നടുന്ന വീഡിയോ എടുക്കട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ആരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യണില്ല കേട്ടോ. ഞങ്ങൾക്ക് മാത്രം നിങ്ങൾ ചെയ്യാത്ത. അപ്പം ഞങ്ങൾ വെറുതെ വിടുകയാണ്, എന്നാലും നിങ്ങൾ ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും ഇങ്ങനെ വീഡിയോ വിടുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ആ ഒരു വീഡിയോയും കൊണ്ടോട്ടെ ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. ഗൈസ്, കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. 5 ഗ്രോ ബാഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് വാങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഇതിലൊക്കെ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഗൈസ്, സോന് പലയും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് മേടിച്ചാട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന വളം ഇട്ടുണ്ടാക്കിയാലും മതി. ഇത് ഞാൻ കണ്ടപ്പോൾ എടുത്തേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ. അത് എന്താണ് എസൻ സോൾട്ട്, ഇത് സൂഡോമോണസ്. ഇതൊക്കെ ഇടയ്ക്കൊന്ന് കലക്കി വെച്ചാൽ തൈകൾക്ക് നല്ല കരുത്തുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തിനാ ഞങ്ങൾ വാങ്ങിയത് വെച്ചു. വാങ്ങിയത് ചെറിയ പിന്നെന്താണ്, തൈയൊക്കെ ഉണ്ടെങ്കിൽ വളർന്ന് പെട്ടെന്ന് വന്നോളൂ. ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. നീ ഒഴിച്ചു കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി ഇടിക്കി. പിന്നെ വേപ്പും പിണ്ണാക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 1 കിലോ കുമ്മായപ്പൊടി മേടിച്ചു. ഇത് വേണം, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ വാങ്ങാൻ ആഗ്രഹം കേടൊക്കെ പോട്ടോ. ഈ കുമ്മായപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ അതിന് വേണ്ടിയിട്ട് മേടിച്ചു. മണല് ചേർത്തിട്ടുണ്ട്. ഇതിൽ മണലും മണ്ണും കൂടിയും കൂടിയതാട്ടോ. അത് ഇതണ്ട ഞാൻ 2 കയ്യോറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കയ്യിൻ്റെ നഖമൊക്കെ കേടാവണ്ടായി വിചാരിച്ച്. വേണ്ട, ഓൻ വീണൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ. ഓന് മുന്നിൽ വന്ന് നിൽക്കണം. അതിനാ നമ്മളിത് കരിയില നിറക്കുകയാണ്. എന്തൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഏളും ചണ്ടിയും എന്താണ് കയ്യിടണ്ട, കയ്യിന് കുത്തും, ഏളൊക്കെ കുത്തും. ഇതങ്ങനെ കരിയിലാണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ബാഗ് ഇങ്ങനെ മറിച്ച് വെച്ചതാട്ടോ, നേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലേശം മണ്ണും മണലും കൂടിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണിട്ട് ലേശം കൂടിയും കരിയിലിട്ട് കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതുണ്ടോ, ഇതിലിപ്പോൾ കപ്പത്തോട് വരെ ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ചെടിൻ്റെ ഉണ്ട്. പിന്നെന്താണ്, ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കണം. അതുണ്ടോ, മിഠായിൻ്റെ കവറ്, പ്ലാസ്റ്റിക്കൊക്കെ അതൊക്കെ ഇങ്ങനത്തെ കഷ്ണമൊക്കെ ഒഴിവാക്കുക. ഇത് നമ്മൾ അടിച്ച് വാരി വെച്ചാട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുകയെ അത് ഒഴിവാക്കിയാൽ മതി. ബാക്കിയൊന്നും കുഴപ്പമില്ല. നമുക്ക് അസുഖം വേണ്ട. ഇത് വേപ്പിൻ പിണ്ണാക്കാണ് ഞാൻ ആദ്യം കൊണ്ടുവന്ന് വെച്ചേന്ന് കേട്ടോ. ഇത് നമ്മൾ ഈ മണ്ണിൽ കലർത്തി. ഇതുണ്ടോ, ഇത് ഇതിലേക്ക് ഇട്ടിട്ടോ ഈ മണ്ണിക്ക്. പിന്നെ കുറച്ച് കുമ്മായപ്പൊടി ഇടുക. എന്നാൽ ഈ മണ്ണിലുണ്ടാവണേ മണ്ണ് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. ഒരു 1.5-2 സ്പൂൺ. ഇത് കുഞ്ഞ് സ്പൂണാട്ടോ. ഇതിന് 2 സ്പൂണാണ് ഇട്ടത്. ഇനി ഇതൊന്ന് നല്ലോണം കലർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ.
കണ്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതോടണ്ട അത് കുമ്മായൊക്കെ ഉള്ളതുകൊണ്ട് കൈ പൊള്ളും. അപ്പം അത് ഇച്ചിരി എല്ലുപൊടി ഉണ്ട്, അതും കൂടി ഇടുക. അതൊന്നും വേണമെന്നില്ല, നമ്മൾ ഒന്നുകൂടി ഉഷാറായി പെട്ടെന്ന് വന്നോട്ടെ എന്ന് ഓർത്ത് ഇടുകയാണ്. ഇതൊക്കെ മിക്സ് ചെയ്യാം, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം. മറന്നു പോകാതെ ഇപ്പം തന്നെ ചെയ്തുകൂടി മക്കളെ. നമുക്ക് തീരെ ഇതില്ല. നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞാലും നിങ്ങളൊന്നും ചെയ്യണില്ലല്ലോ നമുക്ക്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് പാവപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തു തരും. കുറച്ച് മണ്ണ് നമ്മളിത് കുഴിച്ചിടാൻ മാത്രം. ഇച്ചിരി വെള്ളം എടുത്തെന്നാ സോനു, ആ കപ്പിൽ അവിടെ ഉണ്ട്, മതി. അപ്പം നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടോ, കണ്ടോ. ഇത് ഒന്ന് നിങ്ങൾക്ക് നിറച്ച് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ കുഴിച്ചിട്ടാൽ എന്താ പറയുക, നമുക്ക് ഈ എസ്സൻ സോൾട്ടൊക്കെ ലേശം ഒരു 2 സ്പൂൺ ഇട്ട് ഒരു 4-5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ ചെടി നല്ല കരുത്തോടു കൂടി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടിട്ടാ. ഇനി നമ്മൾ ഉണ്ടാക്കിയ വളം കേട്ടോ അത്. ഇതുണ്ടോ, കരിയില, പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൂടി ഉണ്ടാക്കിയതാട്ടോ അത്. കുറച്ചും കൂടി ഇല്ല. ഇവനോടൊരു പണി പറഞ്ഞാ കേൾക്കൂല. കപ്പിൽ വെള്ളം കൊണ്ടുവരുന്നപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് വന്നിന്, ഫുള്ള് ഒഴിച്ചുവാ. കൊണ്ടുവരാൻ കഴിയൂല. ഈ വളം കൂടി ഇട്ട് കൊടുത്താൽ ഇനി നമുക്ക് ഇതിന് വളം ഒന്നും ഇട്ട് കൊടുക്കണ്ട. എല്ലുപൊടിയോ എന്താണ് അതിമന്ന് വീഴും. വേപ്പും പിണ്ണാക്കൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ വളം തന്നെ മതി. ഞാനൊരു ചാക്കിൽ ഒരു 2 മാസം മുമ്പ് നിറച്ച് വെച്ചതേന്നേ ടോക്കിങ്ങൾ. ഇത് വളമായി വന്നത് നല്ല വളമായി. കമ്പും കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. നമുക്ക് ആ ചെടി ഉണ്ട് എടുത്തോ. ഇതൊന്ന് നനച്ചിട്ട് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക. നല്ല കറുത്ത കളർ. നിങ്ങളെല്ലാവരും ഒന്ന് ഇതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സിനോ എൻ്റെ കൈ ഇത് നനയും. ഇനി കുഴിച്ചിട്ടിട്ട് പാര. അപ്പോൾ അതാ ഞാൻ ഒരു ചട്ടി കേട് നീന്ന് അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പാകി വെച്ചാട്ടോ ഈ തൈ. മുളകും തൈയാണേ. പിന്നെന്ത് ചെയ്യാത് അത് നമ്മളിത് ഈ കുഴിച്ചിടുക. എന്തോ പറയുകയാണേ, ഇതാ നമ്മൾ കുഴിച്ചിടും കേട്ടോ. ഏകദേശം മണ്ണ് ഇതിന് ചോട്ട് കിട്ടും. നമ്മളെ ഈ ഉണ്ടാക്കിയ വളം ഉണ്ടല്ലോ നല്ല കരുത്തോട് കൂടി ഉണ്ടാവും കേട്ടോ. നമ്മൾ തക്കാളി തൈ ഇതിന് മുമ്പ് നടണ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അതിന്മ എത്ര ഒരു 6 കിലോ തക്കാളി എന്നല്ല പൈമന്ന് കിട്ടിയത്. ഇനിയുണ്ട് പറിക്കാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. മുളകും എന്ത് സാധനമായാലും. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ എൻ്റെ തയ്യാട്ടോ, എൻ്റെ പച്ചമുളക് മരം നല്ലോന്ന് എനിക്ക്. ഇനി ഇതാണ്ട് എടുത്തേക്ക്, ഇതങ്ങോട്ട് വെക്ക്. ഇതിപ്പോൾ ഇതിന് മുമ്പ് പയറൊക്കെ നട്ട് ഒഴിവായ ചട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതാ ഞാൻ കരിയിലും മണ്ണും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാട്ടോ. ഈ ഇതിലുണ്ടായിരുന്ന മണ്ണ് തന്നെയാണ്. ഇതിലിപ്പോൾ നല്ല വളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ
പിന്നെ ഒരിച്ചിരി കുമ്മായപ്പൊടി ഇടുക. ലേശം ഈ കലർത്തിയ മണ്ണിടുക. ഇവിടെ കലർത്തി വെച്ചിണല്ലോ, അതായത് ഇതിൽ എല്ലാ സാധനവും ഇട്ടിണ്. കരിയിലൊക്കെ പൊന്തി ഇതാണ്, മണലും മണ്ണും എന്താണ് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഉണ്ട് അതിൽ. അത് കലക്കി വയ്ക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ചാറിലിതാ നമുക്ക് കാണിച്ചു തരട്ടെ. ഞാൻ ലാസ്റ്റ് കലക്കി വെച്ചാണ് അതൊക്കെ ഇതുണ്ടോ നോക്കി. ഇതിൻ്റെ കളറ് നല്ല കളറിൽ നല്ല പോലെ പൊടിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വളം ഉണ്ടാക്കി വെച്ച് അതിൽ ഇലയുണ്ട്, ഇതുണ്ടോ. പൊടിയാകാത്തതുണ്ട്, പൊടിഞ്ഞതും ഉണ്ട്. ഇതിലിപ്പോൾ നമ്മളൊരു പച്ചമുളക് തന്നെ കേട്ടോ കുഴിച്ചിടണേ. രസം വെള്ളം ഒഴിച്ചു കൊടുക്കുക സീനോ. ഇവിടെ വെച്ച് എൻ്റെ തന്നെയാണ്, എല്ലാം എൻ്റെ തന്നെ. ഇവിടെ ഉള്ള എല്ലാ കൃഷിയും എൻ്റെ തന്നെ കേട്ടോ. തക്കാളി പുതിയത് അതിൻ്റെ തക്കാളി പുറത്തേക്ക് ഇറങ്ങാ. ആ ചെല്ലുന്ന പുറത്തേക്ക് ഇറങ്ങാ പറ്റുമോ? ചെരുപ്പെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങേ. കുളിക്കാൻ പോവുക. ഇല്ല അജി ചെല്ല്. ഓഫാക്കിന്നില്ലേ അത് ഇല്ലേ. അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയ പഴയ ചട്ടിയിൽ ഉണ്ടാക്കണതാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിത്തെ മണ്ണ് ഇങ്ങോട്ട് എല്ലാം കൊട്ടിയിട്ട് ആദ്യം മുതലുണ്ട്. ആ മണ്ണ് തന്നെ മതി നിറച്ചതാട്ടോ അത്. ഇതിൽ ലേശം കുമ്മായപ്പൊടിയും ഈ എല്ലാ മിക്സും ഇത് കലർത്തിയ ആ മണ്ണും കൂടിയാണ് ഞാൻ ഇട്ടത് ഇതിൽ. അപ്പോൾ ഞാൻ ഈ സൂഡാമോണസൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കലക്കി ഒഴിക്കാനാട്ടോ. ഇത് നടുമ്പോൾ ഒരു ലേശം വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും നല്ലതാണ്. ലേശം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പൂണ് ഇതിൽ ഈ നട്ട ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ലേശം അല്ല എസൻ സോൾട്ടാട്ടോ അത്. ഇതാ അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ കലക്കി കുഴിച്ചിടുമ്പോൾ ലേശം ഒഴിച്ച് കൊടുത്താൽ നല്ല കരുത്തിൽ വന്നോളും. ഇതാ ഇത് വേഗം അലിഞ്ഞു പോകും. ഇതുണ്ടോ അലിഞ്ഞു പോയി. ലേശം ഒഴിച്ച് കൊടുക്കുക. ആ നിറച്ചയിൽ ഒഴിച്ചു കൊടുക്ക്. ആദ്യത്തിൽ ലേശം കൂടി വെള്ളം എടുത്തോണ്ട് അതിൽ ഇതാ ഇവിടുന്ന് അത് പറഞ്ഞാലും മതി. അപ്പം അങ്ങനെ നമ്മൾ ഇതിൽ എന്ത് കുഴിച്ചിടുമ്പോഴും ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടച്ച് നമ്മൾ കുഴിച്ചിട്ടാലും നല്ലപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 4 പച്ചമുളക് ഞാൻ ഈ 2 വെച്ച് നട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ലപോലെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് ഇതിൽ വളം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ അതേമാതിരി ലേശം ഈ എസൻ സോൾട്ടും സോഡാമോണസൊക്കെ ഇടയ്ക്ക് ഒരു 2 സ്പൂണ് 4-5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. വേണമെങ്കിൽ ഞാൻ അല്ല അതിൽ കുറച്ചേ ആയിട്ടുള്ളൂ മതി. ഇതുണ്ടോ നമ്മളുണ്ടാക്കിയ വളം നോക്കി. ഇതാ കരിയില, ചാരം, പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ പൊടിഞ്ഞ് കിട്ടിയതാട്ടോ അത്. ഈ സാധനം മാത്രം മതി കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പച്ചക്കറി നമ്മൾ കുഴിച്ചിടുന്നത്. നമുക്ക് തക്കാളി ഉള്ളതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലൊരു സന്തോഷമായി. ഒരുപാട് പിന്നെ തക്കാളി കിട്ടി നമുക്ക് കേട്ടോ. നമ്മൾ പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കുറച്ച് കൊടുത്ത്, കുടുംബക്കാർക്കൊക്കെ കുറച്ച് കൊടുത്ത്, നമുക്ക് നോമ്പിനെ ഉണ്ടായത് ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ, ബാക്കി ആർക്കെങ്കിലും കൊടുക്കാം ഉണ്ടായാലും. അപ്പം അങ്ങനെയാണ് നമ്മളിന്ന്
ഒഴിച്ചിടണം കേട്ടോ. ഇതിലൊക്കെ ഞാൻ ലേശം കുമ്മായവും ഈ കലർത്തിയ മണ്ണും കൂടി ഇട്ട് വെക്കുക. എന്നിട്ട് നനച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നട്ടാണ് കൊടുത്താലുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് വീഡിയോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വേറെ ഒന്നും നിങ്ങളോട് ആവശ്യപ്പെടില്ല. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ നമ്മളെ വിജയിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.